ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് പോവാണ് ഒരു സ്ഥലം വരെ, കുറച്ച് പോകാനുണ്ട്. ക്യാമറമാൻ നമ്മളൊപ്പം ഉണ്ട്. അപ്പം വീഡിയോസൊക്കെ കാണാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നൊരു സർപ്രൈസ് തന്നെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലം അത്രക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടേക്കാണ് നമ്മൾ പോകണേ. നമ്മളെ ക്യാമറമാൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഇങ്ങനെയൊക്കെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ ഹബിൻ്റെ കാര്യം ഓർമ്മ ആവണേ. ഹബിൻ്റെ സൗണ്ട് ഇതാ പ്രത്യേക സുഖമായിട്ട് നമ്മളെ ഹബിൻ്റെ സൗണ്ട് കേൾക്കാൻ. അത് വേറൊരു മനസ്സുഖമാണ്. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാത്രമായിട്ടാ പറയണേ നമ്മളെ ഹബ്ബ് ഏതാണെന്ന്. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞ് നോവാടെക് എന്നാണ്. അതല്ല കേട്ടോ അതിൻ്റെ പേര്, നോവാടെക് എന്നാട്ടോ. അങ്ങനെ അവസാനം നമ്മൾ വീഡിയോ എടുക്കാനുള്ള പ്ലേസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെയൊക്കെ പാലൊക്കെ നല്ല രസമുണ്ട്. മേഘമൊക്കെ. ക്യാമറമാൻ നമ്മളെ ബാക്കിലുണ്ട്, കാഴ്ച കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പാലത്തുമ്പോഴത്തേക്ക് ഒരു ആവേശം കൂടിയിട്ട് നമ്മൾ ഒന്ന് വീല് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സമയം കൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീല് ചെയ്യാൻ വേണ്ടി ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈഡ്രോളിക് ബ്രേക്കിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമ്മളെ വീലിക്കൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഒന്ന് ശീലമായി വരണം. അവസാനം നമ്മളെ വീഡിയോ എടുക്കുന്ന പ്ലേസ് എത്തിയിട്ടുണ്ട്. ഞാൻ പെഗ്മ കാലേച്ചൊന്ന് കൈവിട്ട് ഓട്ടി നോക്കി കേട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ല കാറ്റും നല്ല സ്പീഡും വേറെ വൈബ് തന്നെ. അപ്പോൾ ഇതായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ട്. സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. സ്ഥലം അടിപൊളിയാണ്. അപ്പോഴാണ് നമ്മൾ ക്യാമറമാൻ്റെ കാര്യം ആലോചിച്ച് തപ്പോത്തി അവിടെയൊക്കെ പോയി വന്നിട്ടു. ഞാൻ ക്യാമറ അങ്ങോട്ട് ഓണാക്കി കണ്ട് 2-3 വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോത്തി നമ്മളെ ക്യാമറമാൻ എത്തിട്ടോ. ഓനോട് ചോദിച്ച് ചേട്ടാ പോയെന്നോ പറഞ്ഞു. ഞാൻ റൈഡ് ചെയ്തിട്ട് തരാമെന്ന്. പിന്നെ നമ്മൾ സൈക്കിളും ചാരിച്ച് 2-3 വീഡിയോസൊക്കെ എടുത്ത് കാണാൻ തന്നെ നമ്മളെ സൈക്കിള് അടിപൊളിയാട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഫോൺ വിളിച്ച് വരെ ചോദിച്ചുകൊണ്ടും മാത്രമായിട്ടോ പറയണേ നമ്മൾ പഴയ സൈക്കിള് വിൽക്കുന്നില്ല. കാരണം നമ്മൾ തുടങ്ങി കഴിയുമ്പോന്നല്ലേ, അപ്പം നമ്മൾ വിൽക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളെ സൈക്കിള് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടാണ്ട് നമ്മൾ 2-3 വീഡിയോസൊക്കെ എടുത്ത് കാണാൻ രസമുണ്ടോ നിങ്ങൾ പറയും. അങ്ങനെ നമ്മൾ ക്യാമറമാനോട് പറഞ്ഞേ ഞാൻ 2-3 ആറ്റിറ്റ്യൂഡ് എടുക്കാം, ഒരു വീഡിയോ എടുക്കുന്നു. ക്യാമറമാൻ പറഞ്ഞു അതന്നെ ഇപ്പം നമ്മളെന്നും പരിപാടി. അപ്പോൾ ക്യാമറമാനോട് ചോദിച്ചേ എന്താ ഇപ്പം നമ്മൾ ചെയ്യാന്ന്. അപ്പോൾ പറഞ്ഞു ഇജുന്നാ തലക്കൊട്ട് ഇവിടെ വരെ വീൽ ചെയ്യുന്നു, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ. സത്യം പറയുകയാണെങ്കിൽ അതൊരു അടിപൊളി വൈബ് തന്നെയാണ്. നമ്മളൊരു വീലും കാറ്റും പിന്നെ അടിപൊളി സ്പോട്ടും. ഈ കാണുന്ന സ്റ്റണ്ടൊന്നും ആരും റോട്ടുമേൽ ചെയ്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കാണിച്ചേ നമ്മൾ സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി സ്പീഡ് വരികയാണ്. ആ ബൈക്ക് കണ്ടില്ല നമ്മളെ ബാക്കിൽ. ബൈക്കാരൻ്റെ ശ്രദ്ധ കൊണ്ടും നമ്മളെ ഭാഗ്യം കൊണ്ടും ഒന്നും പറ്റിയില്ല. അപ്പോൾ അതാരും അനുകരിക്കരുത്. അങ്ങനെ നമ്മളിത് ആ റോട്ടുമത്തെ സ്റ്റണ്ടൊക്കെ ഒഴിവാക്കി കണ്ടതാ ഒരു ഇടവഴി കിട്ടിയിട്ടുണ്ട്. ക്യാമറമാൻ അടുത്ത പോയ വഴി തന്നെയാണിത്. ഇനി നമ്മളെ മുന്നിലുള്ള ഏറ്റവും റിസ്ക്കുള്ള സ്റ്റണ്ട് ഏതാ വെച്ചാൽ സ്റ്റോപ്പിയാണ്. അതാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് ആവണമില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് അടിച്ച് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടി കാല് താഴെ വെച്ച് മുകളിൽ വെച്ച് ഹാൻഡിലിൻ്റെ മുകളിൽ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നോക്കുന്നത് ഒന്നും ശരിയാക്കിയിട്ടില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നമ്മൾ. കാരണം വീഡിയോ കുറച്ച് ലോങ് ആയി പോയി. നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം. Bye.